നമസ്കാരം. എല്ലാവർക്കും സ്പേസ് ഗ്രേഡ് ആർട്ട് ആൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രോഹിത് രാജൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഡിജിറ്റൽ ആർട്ടും ട്രഡീഷണൽ ആർട്ടും AI പ്രോംപ്റ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ, ഇതെല്ലാം ക്രാഫ്റ്റല്ലേ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട്, നമുക്ക് ആദ്യം ട്രഡീഷണൽ ആർട്ടിൻ്റെ കാര്യം എടുക്കുക. നമ്മൾ ഒരു ട്രഡീഷണൽ ആർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യുണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രമേ നമുക്കവിടെ കിട്ടുന്നുള്ളൂ. അത് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ആർട്ട് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നിരവധിയായിട്ടുള്ള കോപ്പി നമുക്കെടുക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ ഒരു ആർട്ട് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റും അയാൾ ഉപയോഗിക്കുന്ന മീഡിയവും ബാഹ്യലോകവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രഡീഷണലായിട്ടുള്ള ആർട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഏത് തരം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ നിങ്ങൾ പെൻസിൽ സ്കെച്ച് ആയിക്കോട്ടെ, ചാർക്കോൾ പെയിൻറ്റിങ് ആയിക്കോട്ടെ, ഓയിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ, നിങ്ങൾ എൻവയോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ ആർട്ടായി കഴിയുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, നമ്മളൊരു ബോക്സിനകത്ത് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് സീറോസ് ആൻഡ് വൺസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഏതാണ് യഥാർത്ഥ ആർട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ട്രഡീഷണൽ ആർട്ടാണ് എന്ന് പറയേണ്ടി വരും. അതേസമയം നമ്മളിപ്പോൾ AI പ്രോംപ്റ്റ് ഉപയോഗിച്ചുള്ള ആർട്ട് സൃഷ്ടിക്കുകയാണ് ഒരാൾ. അത് ആർട്ടാണോ എന്ന് ചോദിച്ചാൽ അത് ആർട്ടല്ല. കാരണം ഈ ആർട്ട്, അതായത് വിഷ്വലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അൺകോൺഷ്യസ് ഉപയോഗിച്ചാണ്, നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് ഉപയോഗിച്ചല്ല. ഇപ്പോൾ ഒരു പെയിൻറ്റർ ഒരു പെയിൻറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഐഡിയ വേണം, എങ്ങനെയാണ് ആ പെയിൻറ്റിങ് പൂർത്തിയാക്കേണ്ടതെന്നുള്ളത് ഏകദേശം മനസ്സിലുള്ള ഐഡിയ വേണം. പക്ഷേ ആ പെയിൻറ്റിങ്ങിൻ്റെ മധ്യദശയിൽ അയാൾ പൂർണ്ണമായിട്ടും ആ ഇൻഫർമേഷൻ എല്ലാം ഡെറൈവ് ചെയ്യുന്നത് അയാളുടെ അൺകോൺഷ്യസിൽ നിന്നാണ്. അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അയാളുടെ മനസ്സിലുള്ള സംഭവങ്ങൾ, അത് അറിയാതെ തന്നെ ഒരു പെയിൻറ്റർ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തു വരും. അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷനല്ല, അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള, തീർത്തും അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേസമയം വേർഡ്സ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എഴുതുന്ന വേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡുമായിട്ടാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് നിങ്ങളുടെ മനസ്സിൽ വന്നു, അത് കഴിഞ്ഞ് നിങ്ങളുടെ മസ്തിഷ്കത്തിലെത്തി, അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് ക്വാണ്ടിഫൈഡ് ആയിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അതൊരു കോൺഷ്യസ് പ്രോസസ്സാണ്. അതേസമയം പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്. നമ്മുടെ കൈ ചലിപ്പിക്കുന്നു, അത് കോൺഷ്യസാണ്. പക്ഷേ നമ്മൾ തീർത്തും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട്
സംഭവത്തിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള തലവുമായിട്ടാണ് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേസമയം എഴുതുമ്പോൾ നിങ്ങൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഇരിക്കെ നമ്മുടെ AI പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ അത് പെയിൻറ്റിങ് അല്ല, അത് ഒരു തരം എഴുത്താണ്. എന്താ പറയുന്നത്, അത് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നല്ലോണം വേർഡ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നല്ല ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിഗമനമാണ് അവിടെ എത്തുന്നത്. അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അത് തെറ്റാണെന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞ ഈ കോൺഷ്യസ് ആയിട്ടുള്ളതും അൺകോൺഷ്യസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ആസ്പദമാക്കി ആണ് നമ്മൾ ആ ഒരു വിശദീകരണത്തിലേക്ക് എത്തുന്നത്. പിന്നെ ഈ ട്രഡീഷണൽ ആർട്ടിൻ്റെ ഒരു കാര്യം, അത് ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ടാണ്. ഇപ്പം നിങ്ങൾക്കൊരു പെയിൻറ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു ബ്ലാങ്ക് ക്യാൻവാസിൽ ഒരു പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള 3 ഡയമെൻഷനലായിട്ടുള്ള ഫിസിക്കൽ സംഭവങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ പേപ്പർ, ക്യാൻവാസിൻ്റെ ആ ടെക്സ്ചർ, ഇതുമായിട്ടെല്ലാം നമുക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പെയിൻറ്റിങ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സും മറ്റേ കാര്യങ്ങളുമെല്ലാം അഫക്റ്റ് ചെയ്യും. അത് ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ, നിങ്ങളുടെ ബാഹ്യ ലോകത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വികസനത്തിന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വ്യക്തിപരമായിട്ട് വികസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു തിങ്കിങ്ങിൽ മാത്രമല്ല, നിങ്ങളൊരു വ്യക്തിപരമായിട്ടുള്ള വികസനത്തിലൂടെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രഡീഷണലായിട്ട് പെയിൻറ്റ് ചെയ്യുക. ട്രഡീഷണൽ പെയിൻറ്റേഴ്സിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റലായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്കില്ല് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു കോഗ്നിറ്റീവ് ഡിസൊണൻസ് കാണും. നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാരണം, അങ്ങനെയുള്ള ഒരു സംഭവം വരാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം നമുക്ക് ബാഹ്യലോകവുമായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്, നമ്മുടെ സൈക്കിയിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പം പലർക്കും വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. എൻ്റെ പരിചയത്തിൽ എനിക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ട്രഡീഷണലായിട്ടൊരു സംഭവത്തിൽ വരയ്ക്കുക, ട്രഡീഷണലായിട്ട് പെയിൻറ്റ് ചെയ്യുക, അതുപോലുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഡിജിറ്റലായിട്ട് ആണിപ്പോൾ മിക്കവാറുമുള്ള ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ടുള്ള എല്ലാ ആർട്ടും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഡിജിറ്റലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ILM-ൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലുള്ള ഡിസ്നിയിൽ വർക്ക് ചെയ്യണം, അതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഈ മിക്കവാറും ഇതുപോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ട്രഡീഷണലായിട്ടുള്ള മീഡിയയിൽ അഗ്രഗണ്യരാണ്. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റുകയില്ല അദ്ദേഹം ട്രഡീഷണലായിട്ടുള്ള ആർട്ടിൽ പിന്നോക്കം നിൽക്കുന്നതാണ്, ഡിജിറ്റലായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ആർട്ടിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നോക്കം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രഡീഷണലായിട്ടുള്ള ആർട്ട് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആർട്ടെന്ന് പറയുന്ന ഈ സംഭവത്തിനകത്ത് നിന്ന് നമുക്ക് AI പ്രോംപ്റ്റ് മാറ്റി നിർത്താം. അപ്പോൾ നിങ്ങൾ AI പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടാണ്, ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആവാൻ സാധിക്കുകയില്ല. ആർട്ടിസ്റ്റിൻ്റെ
എന്താ പറയുന്നത്, ആർട്ടിസ്റ്റിൻ്റെ ഗുണഗണങ്ങൾ, ആർട്ടിസ്റ്റ് ആവുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ പറ്റും, ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ വരച്ച പടമാണെന്ന് കാണിക്കാൻ പറ്റും. പക്ഷേ അതിലുള്ള കാര്യം നമുക്ക് ഗുണം കിട്ടണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ഗുണം കിട്ടണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രഡീഷണൽ ആർട്ടാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ ആർട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഡിജിറ്റൽ ആർട്ട്, ട്രഡീഷണൽ ആർട്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ആർട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മുടെ കൈ ചലിപ്പിച്ചാണ് നമ്മൾ സംഭവം ചെയ്യുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ അൺകോൺഷ്യസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു പ്രോംപ്റ്റ് എഴുതി വിടുകയല്ല. അതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇതിനേക്കാളും പ്രോംപ്റ്റിനേക്കാളിലും വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ആർട്ടെന്ന് പറയുന്ന. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആവാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത തവണ. നന്ദി, നമസ്കാരം.